അപ്പോ എന്തിനാടാ പാവം നായക്കുട്ടിയെ എറിയുന്നത്? അപ്പൂപ്പ ആ പട്ടി എപ്പ എന്നെ കാണുമ്പോൾ കുഴക്കും. അത് സാരമില്ല മോനെ, നമ്മൾ ക്ഷമിക്കാൻ പഠിക്കണം. അപ്പോ ക്ഷമ എന്ന് പറയുന്നത് വലിയൊരു ശീലമാണ്. അത് നമ്മൾ ജീവിതത്തിൽ ഉണ്ടാക്കിയെടുക്കണം. നമുക്ക് ക്ഷമിക്കാൻ കഴിഞ്ഞാൽ കുറേയേറെ പ്രശ്നങ്ങൾ നമുക്ക് ഇല്ലാതാക്കാൻ കഴിയും. മോനറിയോ, യേശുക്രിസ്തു അദ്ദേഹത്തെ കുരിശിൽ തറച്ചവരോട് കുരിശിൽ കടന്നുകൊണ്ട് പറഞ്ഞത്, ദൈവമേ, ഇവർ ചെയ്യുന്നത് എന്തെന്ന് ഇവർക്ക് അറിയുന്നില്ല, ഇവരോട് പൊറുക്കേണമേ എന്നാണ് പറഞ്ഞത്. അത്തരത്തിൽ നമ്മൾ നമ്മളെ മനസ്സിനെ മാറ്റിയെടുക്കാൻ വേണ്ടി ശ്രമിക്കണം. നല്ല ക്ഷമ വേണം നമുക്ക്. ആരെന്ത് പറയുമ്പോഴും ദേഷ്യപ്പെടുമ്പോഴും നമ്മെ ഉപദ്രവിക്കുമ്പോഴും ഒക്കെ നമുക്ക് എന്ത് വേണം? ക്ഷമാശീലം വേണം. അതുകൊണ്ട് നമ്മൾ ആരെങ്കിലും ഉപദ്രവിക്കുകയോ സങ്കടപ്പെടുത്തുകയോ ദേഷ്യപ്പെടുകയോ ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? അവരോട് ക്ഷമിക്കണം. അവരെ മറുത്തൊന്നും ചെയ്യാൻ നമ്മൾ പോകരുത് കേട്ടോ. അതാണ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാക്കിയെടുക്കേണ്ട ഒരു പാഠം. അങ്ങനെ ആവുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഉയർന്ന നിലവാരമുള്ള വ്യക്തിത്വമുള്ള ആളുകളായിട്ട് മാറും.